നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ ആരെന്നാണ് എല്ലാവരും പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ചോദ്യം. ഞാൻ ആരെന്നാണ് എല്ലാവരും പറയുന്നത്? ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഏറ്റു പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഒരാൾ പറഞ്ഞു, നീ യോഹന്നാൻ മാഗ്ദാനയാണ്, ഏലിയായുടെ പുനരവതരണമാണ്, ഓരോന്നും പറഞ്ഞു. പക്ഷെ ക്രിസ്തുവിന് ആ ഉത്തരങ്ങളിൽ തൃപ്തിയില്ല. അവിടുന്ന് ചോദിച്ചു, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത്? അപ്പോൾ മുക്കുവനായ പത്രോസ് ഗുരുവിൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ആ ഉത്തരത്തിൽ ക്രിസ്തു സന്തോഷിക്കുന്നതായും നമ്മൾ കാണും. നമ്മൾ ഈ രാത്രിയിൽ നമുക്കൊരു ചോദ്യം, ക്രിസ്തു ആര്? ഓരോരുത്തർ ഓരോ രീതിയിൽ പറയും. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. പൗലോസ് പറഞ്ഞു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുക. തോമസ് ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആദിമസഭ പറഞ്ഞു, കർത്താവായ ക്രിസ്തുവേ, വേഗം വരണമേ. ഇപ്പം നമ്മളോടും ചോദിക്കുന്നു, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ക്രിസ്തു ആര് നമുക്കെന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മനോഹരമായ ഉത്തരങ്ങൾ തരുന്നത് സുവിശേഷകനായ യോഹന്നാനാണ്. അതിന് മുമ്പ് ഓർക്കുക, ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ മനുഷ്യന് 3 വഴികളേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ മനുഷ്യന് 3 വഴികൾ. നമ്മൾ ഭാരതീയരാണ്. ഭാരതീയ രീതിയിൽ പറഞ്ഞാൽ 3 വഴികളിലൂടെ ക്രിസ്തുവിനെ അനുഭവിക്കാം. 3 മാർഗങ്ങൾ. 1 കർമ്മമാർഗം, 2 ജ്ഞാനമാർഗം, 3 ഭക്തിമാർഗം. 3 മാർഗത്തിലൂടെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റൂ. അവൻ ഒരു ശിശുവായി ബേത്ലഹേമിലെ ഗോശാലയിൽ പിറന്നയാന്ന് ഈ 3 കൂട്ടർ അവനെ അനുഭവിച്ചു. 2021 കൊട്ടാരക്കര പുനരുദ്ധാസനത്തിൻ്റെ ഈ മർത്തോമാ സഭയുടെ കൺവെൻഷൻ നടക്കുമ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, 3 മാർഗത്തിലൂടെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റും. 1 കർമ്മമാർഗം. ഏൽപ്പിക്കുന്ന ജോലി അന്തസ്സായിട്ട് ചെയ്യണം. ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി ചെയ്യുന്നവർ കർത്താവിനെ കാണും. അതാണ് ആട്ടിടയന്മാർ. ആദ്യത്തെ രാത്രിയിൽ ക്രിസ്തുവിനെ കണ്ട 3 ആട്ടിടയന്മാർ. ആട്ടിടയന്മാർക്കൊരു പണിയേ ഉള്ളൂ, ചെന്നായിൽ നിന്നും ആട്ടിൻപറ്റത്തെ രക്ഷിക്കുക, മോഷ്ടാവിൽ നിന്നും ആട്ടിൻപറ്റത്തെ സംരക്ഷിക്കുക. ഉറക്കളച്ചും ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്തു. കർമ്മമാർഗം, അവർ ക്രിസ്തുവിനെ കണ്ടെത്തി. 2 ജ്ഞാനമാർഗം. എന്താണ് ജ്ഞാനമാർഗം? നല്ല വായന വേണം, നല്ല പഠിത്തം വേണം. എന്ത് കിട്ടിയാലും വായിക്കണം. അറിവ് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ആർജിക്കണം. അറിവില്ലാത്തവർ ചുമ്മാ മറ്റുള്ളവരെ പരിഹസിച്ച് നടക്കും. അറിവുള്ളവൻ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ വളരും. സഭയെക്കുറിച്ച്, സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ബൈബിൾ പഠനങ്ങളെക്കുറിച്ച്, എന്തിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവുക. അറിവുള്ളവൻ യഥാർത്ഥ അറിവുള്ളവൻ ദൈവത്തിലെത്തും. അതാണ് 3 ജ്ഞാനികൾ. 3 ഭക്തിമാർഗം. എന്താ ഭക്തിമാർഗം? മറിയ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഭക്തിയോടെ മുട്ടുകുത്തി. നമുക്ക് കുറച്ച് ബൈബിളും കുറേ അറിവുകളും മാത്രം പോരാ, സഭയുടെ പരമ്പരാഗത പ്രാർത്ഥനകൾ വേണം, പരമ്പരാഗത നമസ്കാരങ്ങൾ വേണം, പരമ്പരാഗത പാട്ടുകൾ വേണം. കാരണന്മാർ പഠിപ്പിച്ച് വരുന്നതുകൊണ്ട് അതൊന്നും കളയാതെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പം കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഭക്തിമാർഗം, ഈ 3 മാർഗത്തിലൂടെ ക്രിസ്തുവിൽ എത്തുവാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ ഈ ക്രിസ്തു ആര്? ഏത് ക്രിസ്തുവിലാണ് നമ്മൾ എത്തുക? അതിന് ഏറ്റവും മനോഹരമായി ഉത്തരം തന്നിരിക്കുന്നത് സുവിശേഷകനായ യോഹന്നാനാണ്. യോഹന്നാൻ്റെ സുവിശേഷമാണ് ക്രിസ്തു ആര് എന്നതിന് ഏറ്റവും നല്ല ഉത്തരം തരിക. യോഹന്നാൻ്റെ സുവിശേഷത്തെ 4 പേരുകളിലാണ് അറിയപ്പെടുക. 1 ദ ഗോസ്പൽ ഓഫ് ലൈഫ്, ജീവന്റെ സുവിശേഷം. 2 ദ ഗോസ്പൽ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ സുവിശേഷം. 3 ദ ഗോസ്പൽ ഓഫ് സയൻസ്, അടയാളങ്ങളുടെ സുവിശേഷം, സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അടയാളങ്ങളുടെ സുവിശേഷം. 4 ദ ഗോസ്പൽ ഓഫ് അബൻഡൻസ്, സമൃദ്ധിയുടെ സുവിശേഷം. ജീവന്റെ സുവിശേഷം, പ്രകാശത്തിൻ്റെ സുവിശേഷം, അടയാളങ്ങളുടെ സുവിശേഷം, സമൃദ്ധിയുടെ സുവിശേഷം. യോഹന്നാൻ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക സന്ദേശമാണ്, ക്രിസ്തു ഉണ്ടോ സമൃദ്ധി. ആദ്യ മധ്യ അന്ത്യത്തിൽ യോഹന്നാൻ സമൃദ്ധി അവതരിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിൽ വീഞ്ഞിൻ്റെ സമൃദ്ധി, 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിൻ്റെ സമൃദ്ധി, 21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. ക്രിസ്തു ഉണ്ടോ സമൃദ്ധി. 2-ൽ വീഞ്ഞിൻ്റെ സമൃദ്ധി, 6-ൽ 5000 അപ്പത്തിൻ്റെ സമൃദ്ധി, 21-ൽ
153 മത്സ്യത്തിന് സമൃദ്ധി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീകമാണ് വെള്ളം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഗുണമേന്മ മാറ്റിമറിക്കുന്ന ക്രിസ്തു. നമ്മൾ ഇപ്രകാരം വായിക്കും: 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ക്രിസ്തുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ ക്രിസ്തുവിൻ്റെ അമ്മ പറഞ്ഞു, വീഞ്ഞില്ല. പരിചാരകരോട് ഭരണികൾ നിറയ്ക്കാൻ പറഞ്ഞു. 6 ഭരണികൾ നിറയ്ക്കപ്പെട്ടു. പുണ്യകരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വെള്ളരി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുവന്നു തൊടുത്തു. അത് വീര്യമുള്ള വീഞ്ഞായി വാരിക്കോരി വിളമ്പി. അപ്പം അവിടെ വിരുന്നുവാഴി ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും മുന്തിയനം ആദ്യം വിളമ്പുന്നു, താന്നു കഴിയുമ്പം ലഹരി ഇല്ലാത്തത്. അവസാനം വരുന്ന ഈ മുന്തിയനം സൂക്ഷിച്ചു വെച്ചല്ലോ. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹൂദരുടെ വിവാഹത്തിൻ്റെ പശ്ചാത്തലം ഓർക്കുക. 15 ദിവസം നീളുന്ന വിവാഹം. വിവാഹത്തിന് മുമ്പ് 7 ദിവസം, വിവാഹം കഴിഞ്ഞും 7 ദിവസം. ഈ 14 ദിവസങ്ങൾക്കുള്ളിൽ എപ്പോൾ വേണേലും വിളിക്കപ്പെട്ടവർക്ക് വിളിച്ച വീട്ടിൽ കടന്നു വരാം. കടന്നു വരുമ്പോൾ ക്ഷണക്കത്ത് കൊണ്ടുവരിക, കാവൽക്കാരനെ കാണിക്കുക. കാവൽക്കാരൻ ക്ഷണക്കത്ത് മേടിച്ച് വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് പുതയ്ക്കാൻ കൊടുക്കും. അതിൻ്റെ പേരാണ് വിവാഹ വസ്ത്രം. അതും പുതച്ച് അകത്ത് കയറിയാൽ കരുത്തറ്റം തിന്നാം, മൂക്കറ്റം കുടിക്കാം. എന്നിട്ട് ഏമ്പക്കവും വിട്ട് പോരുക. പോരുമ്പം കോട്ട് ഊരി കൊടുക്കുക, കത്ത് മേടിച്ച് പോക്കറ്റിലിടുക, വീടിച്ച് നേർന്ന് ഉറങ്ങുക. നാളെ രാവിലെ എഴുന്നേക്കുക, കത്തെടുക്കുക, കൊണ്ട കൊടുക്കുക, കോട്ടിടുക. ഇങ്ങനെ അനേക ദിവസങ്ങൾ. അങ്ങനെ വരുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർക്ക് വീഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ വീട്ടുകാർക്ക് വലിയ നാണക്കേടാണ്. ഓർക്കാത്ത കുറേയേറെ പേരും കൂടെ വന്നപ്പം വീഞ്ഞ് തികഞ്ഞില്ല. നമുക്കറിയാം, ചിലപ്പോൾ ഓർക്കാത്തൊരു കയറി വരും. ഇപ്പോൾ വീഞ്ഞ് തികഞ്ഞില്ല. ആ സമയത്ത് ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി കൊടുക്കുന്നു. കൊടുക്കുന്ന സമയത്ത് വിരുന്നുവാഴി പറയുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും മുന്തിയനം ആദ്യം വിളമ്പുന്നു, പൂസായി കഴിയുമ്പോൾ താഴ്ന്ന തരം കൊടുക്കും. എല്ലാ ജീവിതാന്തസ്സിലും മുന്തിയനം ആദ്യം കൊടുക്കും. അത് അച്ഛന്മാരാണല്ലോ അങ്ങനെയാണ്. ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന കുടുംബജീവിതക്കാർ എല്ലാവരും മുന്തിയനം ആദ്യം കൊടുക്കും. ഇത് ദാമ്പത്യത്തിലുമാണ്. കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ പൊന്നേ തേനെ പാലേ വെമ്പേ ചക്കര മുത്തേ, നല്ല വാക്ക്. പക്ഷെ കുറേ കഴിയുമ്പം വീര്യം പോയി. ഇപ്പം നന്നായിട്ട് ആരംഭിച്ച് കുറേ കഴിയുമ്പം വീര്യം ഇല്ലാതാവുന്നു. ഇപ്പം വീര്യം വേണം കുടുംബത്തിൽ. അപ്പം ജീവിതത്തിൽ ക്രിസ്തു വരുമ്പോൾ സാന്ദ്രത, ക്രിസ്തു ഇല്ലെങ്കിൽ സാന്ദ്രതയില്ല. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവൻ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നവന്. ക്രിസ്തു ഡെൻസിറ്റി വർദ്ധിപ്പിക്കും, അവൻ സാന്ദ്രത വർദ്ധിപ്പിക്കും. ഉദാഹരണം, അവൻ വരുമ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി വർദ്ധിച്ച് വീഞ്ഞിൻ്റെ ഡെൻസിറ്റിയാവും. അവൻ അച്ഛൻ്റെ കൂടെ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ വീഞ്ഞിൻ്റെ ഡെൻസിറ്റി വർദ്ധിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഡെൻസിറ്റിയാവും. അവൻ കൂടെയുണ്ടോ വെള്ളം വീഞ്ഞാവും. അവൻ കൂടെയുണ്ടോ വീഞ്ഞ് രക്തമാവും. അവൻ കൂടെയില്ലെങ്കിൽ കുർബാനയിൽ രക്തമായിട്ട് എടുക്കുന്ന വീഞ്ഞ് പോലും വെറും വെള്ളം പോലെ തോന്നുകയുള്ളൂ. കർത്താവ് കൂടെയുണ്ടോ ചെയ്യുന്നത് എന്തിനും ഒരു വീര്യം. ഒരപ്പൻ്റെ വീര്യം, ഒരു ഭർത്താവിന് വീര്യം, ഒരു അമ്മയ്ക്ക് അമ്മയുടെ വീര്യം, ഒരു ഭാര്യയ്ക്ക് ഭാര്യയുടെ വീര്യം, ഒരച്ഛന് പിത്രാച്ഛന് അവരായി ദൗത്യത്തിൻ്റെ വീര്യം. ഇപ്പം ഇവിടെ പറയുന്നൊരു വാക്കുള്ളൂ. കാനായിൽ വീഞ്ഞു തീർന്നപ്പോൾ പറയുന്നു എല്ലാവരും മുന്തിയനം ആദ്യം വിളമ്പുന്നു. അപ്പം അവിടെ വീഞ്ഞു തീരാൻ കാരണക്കാരെന്തെന്നും പറഞ്ഞ് ഒരു തർക്കം കാനായിലെ വീട്ടിലുണ്ടായി. അതിനിടയിലാണ് ക്രിസ്തുവിൻ്റെ ഇടപെടൽ. ഇവിടെ 3 ആത്മീയ ചിന്തകൾ ഈ രാത്രിയിൽ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. കാനായിലെ കല്യാണ സദ്യയിൽ നിന്നും അടർത്തിയെടുക്കുന്ന 3 ആത്മീയ ചിന്തകൾ. 1, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. ഇതാണ് 1ാമത്തെ ആത്മീയ ചിന്ത. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ പുറത്തല്ല, പന്തലിൻ്റെ അകത്താണ്. നമുക്കൊരു പ്രശ്നം വരുമ്പം വെപ്രാളവും വേവലാതിയും കാണിച്ച് ഇവരെ ഒന്നും ഒത്തിരി വിളിച്ചു പറയേണ്ട. ബൈബിൾ എടുത്ത് അല്പസമയം വായിക്കുക. പന്തലിൻ്റെ അകത്ത് പരിഹാരമുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച പള്ളി വന്നിട്ട് അൾത്താരയിൽ സമർപ്പിക്കുക, പരിഹാരമുണ്ട്. സക്കറിയായുടെ പ്രശ്നം തീർന്നത് മധുബഹയില്ല. കാനായിലെ പ്രശ്നം തീർന്നത് ക്രിസ്തുവിൻ്റെ മുമ്പില്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നൊമ്പരം വരുമ്പോൾ ഒത്തിരി നീറി അസ്വസ്ഥരാകരുത്. പരിഹാരം തരുന്നവൻ പന്തലിൻ്റെ അകത്താണ്, പന്തലിൻ്റെ പുറത്തല്ല. 2ാമത്തെ ആത്മീയ ചിന്ത, ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കണോ, ക്രിസ്തുവിനെ മുൻകൂട്ടി ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ
തകർച്ച വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കണോ, ക്രിസ്തുവിനെ മുൻകൂട്ടി ജീവിതത്തിൽ ക്ഷണിക്കണം. എല്ലാ കണക്കുകൂട്ടലുമുള്ള കല്യാണപ്പന്തലിൽ കണക്ക് തെറ്റിപ്പോയി. പക്ഷെ തളരാഞ്ഞതിന് കാരണം ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ എന്ന് കരുതി പോകുമ്പോഴാണ് വണ്ടി അപകടത്തിൽ ദേഹം തളർന്നു പോകുന്നു, തകർച്ചകൾ സംഭവിക്കുന്നു. ഉത്തരവില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കണോ, ക്രിസ്തുവിനെ മുൻകൂട്ടി ക്ഷണിക്കണം. കോവിഡ് മഹാമാരി മൂലം ഒരു തകർച്ച വരുമ്പോൾ, സാമ്പത്തികമായ ഒരു മാന്ദ്യം വരുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ ഒരു ഇളക്കം വരുമ്പോൾ, പദ്ധതികൾ പടരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണോ, ക്രിസ്തുവിനെ മുൻകൂട്ടി ക്ഷണിക്കണം. ക്രിസ്തുവിനെ മുൻകൂട്ടി ക്ഷണിക്കുന്നവന് പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റും. മൂന്നാമത്തെ ആത്മീയ ചിന്ത, ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞാക്കി മാറ്റണോ, ക്രിസ്തു വേണം. ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറണോ, ക്രിസ്തു വേണം. ഒഴിച്ചു കളയുന്ന വെള്ളം കാനായിലെ വീട്ടിലുണ്ടായിരുന്നു. നമുക്കുമുണ്ട് ഒഴിച്ചു കളയുന്ന വെള്ളം. ആവശ്യമില്ലാതെ പണിത് കൂട്ടുന്ന മുറികൾ, കെട്ടിടങ്ങൾ, വാങ്ങിച്ചു കൂട്ടുന്ന ചെരുപ്പ്, സ്വർണം, സാരി, വീട്, ഉപകരണങ്ങൾ, എന്തെല്ലാമാണ്. ഇതൊക്കെ ഒഴിച്ചു കളയുന്ന വെള്ളമാണ്. അങ്ങനെ ഒഴിച്ചു കളയുന്ന വെള്ളം കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറ്റണം. ഇതിൽ കുറേ പൈസ എടുത്ത് ഒരു കിഡ്നി പേഷ്യൻറ്റിന് ഡയാലിസിന് കൊടുത്താൽ അത് കുടിച്ചു തീർക്കുന്ന വെള്ളം. ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹത്തിന് സഹായിച്ചാൽ അത് കുടിച്ചു തീർക്കുന്ന വെള്ളം. പാവപ്പെട്ടവന് വീടിന് അല്പം മെയിൻ്റനൻസിന് കൊടുത്താൽ അത് കുടിച്ചു തീർക്കുന്ന വെള്ളം. നമ്മളൊക്കെ ഓർക്കുക, ദൂർത്തുണ്ടോ? ഈ കൺവെൻഷൻ ഓർക്കുക, നമുക്ക് ദൂർത്തുണ്ടോ? ഒഴിച്ചു കളയുന്ന വെള്ളമുണ്ടോ? അത് കുടിച്ചു തീർക്കുന്ന വീഞ്ഞായി മാറ്റണം. കാന പഠിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തു വരുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം, മനോഭാവത്തിൽ മാറ്റം. വെള്ളം വീഞ്ഞായതുപോലെ നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു, ജീവിതം മൊത്തം മാറുന്നു. ഒന്ന്, ഗുണമേന്മയുടെ മേൽ അധികാരമുള്ളവൻ ക്രിസ്തു. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ അധികാരം നമ്മൾ വായിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 43 മുതൽ വാക്യങ്ങൾ. യോഹന്നാൻ 4:43 മുതൽ. ഹിസ് പവർ ഓവർ ഡിസ്റ്റൻസ്. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ക്രിസ്തു. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ക്രിസ്തു. രാജസേവകൻ വഴിയിൽ വെച്ച് പ്രാർത്ഥിച്ചു, വീട്ടിൽ കിടന്ന പുത്രൻ സുഖപ്പെട്ടു. ദൂരത്തിന് മേലുള്ള ക്രിസ്തുവിൻ്റെ അധികാരം ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ചിന്തകൾ പങ്കുവച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു. മഴ പെയ്യുന്നത് പോലാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് ദൂരെ അനുഗ്രഹങ്ങൾ വിതറുന്നു. ദൂരത്തിന് മേൽ അധികാരമുള്ളവൻ ക്രിസ്തു. നമ്മൾ പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെടുന്നു, അവിടുന്ന് പ്രവർത്തിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഗൾഫിൽ, വിദേശത്തുള്ള ജീവിത പങ്കാളിയിൽ അത്ഭുതം നടക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളിൽ അത്ഭുതം നടക്കുന്നു. അതാണ് ദൂരത്തിൻ്റെ മേലുള്ള ക്രിസ്തുവിൻ്റെ അധികാരം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ അധികാരത്തിൽ ഭാഗഭാഗത്വം വഹിക്കുകയാണ്. ഏത് ഉൾപ്രദേശത്തിരുന്ന് എൻ്റെ തമ്പുരാനെന്ന് വിളിച്ചാൽ മതി, ആ വിളി അങ്ങെത്തും, തമ്പുരാൻ്റെ തിരുമുമ്പിലെത്തും. ആ ഉറപ്പ് നമുക്ക് വേണം. ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, അതെത്ര ദൂരങ്ങളിലാണെങ്കിലും എത്ര അകലങ്ങളിലാണെങ്കിലും അത്ഭുതം നടക്കും. ഞാൻ ഇവിടെ നിന്ന് രാത്രി 7:45 പ്രാർത്ഥിക്കുമ്പോൾ ഇതേ സമയത്ത് വേറൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ഈ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അവൻ്റെ അധികാരം. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. 1, ഗുണമേന്മയുടെ മേൽ. 2, ദൂരത്തിൻ്റെ മേൽ. 3, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഹിസ് പവർ ഓവർ ടൈം. ക്രൈസ്റ്റ് പവർ ഓവർ ടൈം. ക്രിസ്തുവിന് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. ബെത്സയിദ ഒരു കുളം. ആ കുളത്തിൻ്റെ തീരത്ത് പടവിൽ 38 വർഷമായി തടന്നു കിടക്കുന്ന മനുഷ്യൻ. ദൈവത്തിൻ്റെ മാലാഖ വന്ന് ഉറവ ഇളക്കിയപ്പോൾ ആരെല്ലാം കുളിച്ചവർക്ക് സൗഖ്യം. മാലാഖ ഉറവ ഇളക്കാത്ത സമയത്ത് ക്രിസ്തു വന്ന് അവനെ സൗഖ്യപ്പെടുത്തുന്നു. തമ്പുരാന് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെട്ട സമയമുണ്ട്. ആ സമയത്ത് ദൈവം പ്രവർത്തിക്കും. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. കാരണം ബൈബിളിൽ നമുക്ക് കാണാം, ക്രിസ്തു ഓരോ സമയത്താണ് വരിക. ക്രിസ്തു വരുന്ന ഓരോ സമയത്താണ്. ബെത്സയിദ കുളത്തിൻ്റെ തീരത്ത് വന്നത് രാവിലെയാണ്. 4-ാം അധ്യായത്തിൽ സമറിയാക്കാരിയുടെ ജീവിതത്തിൽ വന്നത് ഉച്ചയ്ക്കാണ്. 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിന്റെ ജീവിതത്തിൽ വന്നത് രാത്രിയിലാണ്. പകലിൻ്റെ മേൽ അധികാരമുള്ള ക്രിസ്തു. അവൻ രാവിലെ വരും, അവൻ ഉച്ചയ്ക്ക് വരും, അവൻ രാത്രിയിൽ വരും. അവൻ രാവിലെ വന്നു ബെത്സയിദ കുളത്തിൽ, അവൻ ഉച്ചയ്ക്ക് വന്നു
സിക്കയിമി യാക്കോബിനെ കിണറ്റിൻ്റെ തീരത്ത്. അവൻ രാത്രിയിൽ വന്നു നിക്കോദേമൂസിനെ വീണ്ടെടുക്കാനായിട്ട്. സമയത്തിൻ്റെ മേൽ അധികാരം. മർത്തായും മറിയവും പറഞ്ഞു, ഞങ്ങളുടെ പുന്നാര കുഞ്ഞാങ്ങളും മരിക്കുന്നതിന് മുമ്പ് ക്രിസ്തു വരണം. ക്രിസ്തു പറഞ്ഞു, മരിക്കട്ടെ, അഴുകട്ടെ, 4-ാം നാൾ ഞാൻ വരാം. ദൈവത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. അബ്രഹാമൊക്കെ ആഗ്രഹിച്ചത് ചെറുപ്പത്തിൽ അപ്പനാകാനാ. പക്ഷേ എത്ര വർഷം കാത്തിരുന്നു. അതല്ലേ ബൈബിളിൽ പറയുന്നു, സക്കറിയ വൃദ്ധൻ, എലിസബത്ത് വന്ധ്യ, വാർദ്ധക്യത്തിലായിരുന്നു. ശിമയോൻ എന്ന പുണ്യാത്മാവ് വൃദ്ധനായിരുന്നു. ഹന്ന എന്ന സ്ത്രീ വൃദ്ധയായിരുന്നു. അബ്രഹാമും സാറായും വൃദ്ധരായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്ഷമാപൂർവം കാത്തിരിക്കണം. ചില കാര്യങ്ങൾ നടക്കുവാൻ കാലതാമസം വരും. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമ്മൾ കൺവെൻഷനൊക്കെ കൂടി പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട വരം ദർശനപരവോ ഭാഷാപരവോ വ്യാഖ്യാനപരവോ ഒന്നുമല്ല. ദൈവം എന്തു തന്നാലും അത് ക്ഷമയോടെ കാത്തിരുന്ന് സ്വീകരിക്കാനുള്ള വരം നമുക്ക് ലഭിക്കണം. തമ്പുരാൻ പറയുന്നു, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. നമ്മളും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. രോഗം വന്നു, ക്ഷമയോടെ കാത്തിരിക്കണം. ഓരോന്നിനും നമ്മൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കണം. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ക്രിസ്തു. 4, ക്രിസ്തുവിൻ്റെ 4ാമത്തെ അധികാരം ഈസ് പവർ ഓവർ നമ്പർ. ഈ എണ്ണത്തിൻ്റെ മേൽ, പരിമിതിയുടെ മേൽ അധികാരമുള്ളവൻ യേശു. ഈ എണ്ണത്തിൻ്റെ മേൽ, പരിമിതിയുടെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നു. ക്രിസ്തുവിൻ്റെ അധികാരം ഈ എണ്ണത്തിൻ്റെ മേൽ, പരിമിതിയുടെ മേൽ. ഒരു പുരുഷാരം ക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ട് പരിസരം മറന്നിരുന്നു. അവർക്ക് വിശക്കുന്നു എന്ന കാര്യം ക്രിസ്തുവിന് മനസ്സിലായി. ഇപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? അപ്പോൾ അന്ത്രയോസ് എന്ന ശിഷ്യൻ അവിടെ മൊത്തം കറങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഒരു ബാലൻ, 5 ഉണക്കയപ്പവും 2 മത്തിവറുത്തതുമുള്ള ഒരു ബാലൻ ഇവിടെയുണ്ട്. ക്രിസ്തു പറഞ്ഞു, നീ കൊണ്ടുവരി. എന്നിട്ട് പറഞ്ഞു, ജനത്തെ ഇരുത്ത്. പത്രോസും കൂട്ടരും എല്ലാവരെയും ഇരുത്തി. അവരെ എല്ലാവരും ഇരുന്നപ്പോൾ ക്രിസ്തു അപ്പം പങ്കുവെക്കാൻ തുടങ്ങി. അവിടെക്കുറിച്ച് പറയുന്നുണ്ട്, പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാർ ഭക്ഷിച്ചെന്ന. ഈ അപ്പം വർദ്ധിപ്പിച്ചെടുത്ത് ഒരു അത്ഭുതം നടന്നു. യോഹന്നാന്റെ സുവിശേഷം 6:10. അവൻ അപ്പം വർദ്ധിപ്പിച്ചെടുത്ത് പച്ചപ്പുല്ല് തടച്ചു പടർന്നു. എടുത്തു പറയുന്ന വാക്ക്, അവൻ അപ്പം വർദ്ധിപ്പിച്ചെടുത്ത് പച്ചപ്പുല്ല് തടച്ചു പടർന്നു. എവിടെയെല്ലാം അപ്പം മുറിക്കുന്ന ആൾക്കാരുണ്ടോ അവിടെ തമ്പുരാൻ സഭയെ വളർത്തിക്കൊണ്ടിരിക്കും. എവിടെയെല്ലാം വിശുദ്ധ കുർബാനയുണ്ടോ ആ സഭാസമൂഹം വളരും. ഒറ്റയും പെട്ടയും പേട്ടുതങ്ങാ പോലെ സഭയെ പിടിച്ചു പോയാലും ഈ സഭയ്ക്കൊരു പോറലും ഉണ്ടാകുന്നില്ലല്ലോ. എല്ലാവരും സുവിശേഷകരല്ലേ മൊത്തമാ സഭയിൽ. അവൻ അപ്പം മുറിക്കുന്നിടത്ത്, അപ്പം വർദ്ധിപ്പിച്ചെടുത്ത് പച്ചപ്പുല്ല് തടച്ചു വളർന്നു. എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ വിശുദ്ധ മധുബഹയോട് ചേർന്ന് പ്രാർത്ഥനാപൂർവ്വം ഞാൻ ചേർന്ന് ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ സഭാഗാത്രം വളർന്നുകൊണ്ടിരിക്കും. 5 അപ്പത്തിൻ്റെ മേൽ 5 പ്രവൃത്തികൾ. ക്രിസ്തു 5 അപ്പത്തിൻ്റെ മേൽ 5 പ്രവൃത്തികൾ ചെയ്തു. അവിടെയാണ് അത്ഭുതമുണ്ടായത്. 1, അവൻ എടുത്തു. 2, ഉയർത്തി. 3, വാഴ്ത്തി. 4, മുറിച്ചു. 5, കൊടുത്തു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുരോഹിതൻ ചെയ്യുന്ന 5 കാര്യങ്ങൾ. ക്രിസ്തു 5 അപ്പത്തിൻ്റെ മേൽ 5 പ്രവൃത്തികൾ ചെയ്തു. എടുത്തു, ഉയർത്തി, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നാണ് നമ്മുടെ ഈ കൺവെൻഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. അവൻ നമ്മളെ എടുത്തുയർത്തണം എങ്കിൽ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന വേണം, വേദപുസ്തക വായന വേണം. ഇങ്ങനെയുള്ള കൺവെൻഷൻ യോഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കണം. വേദപുസ്തകം നമ്മൾ പഠിക്കണം, പ്രാർത്ഥിക്കണം, ഭക്തിഗാനങ്ങൾ ആലപിക്കണം. അപ്പോൾ അവനെ എടുത്തുയർത്താനായിട്ട് നമ്മളെ വെച്ച് കൊടുക്കുക. വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവൻ നമ്മളെ മുറിച്ച് കൊടുക്കുകയാണ്. എടുത്തുയർത്തുന്നു, മുറിച്ചു കൊടുക്കുന്നു. നടുക്കത്തെ ഒരു വാക്കുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നടുക്കത്തെ വാക്ക് എന്താണ്? നടുക്കത്തെ വാക്ക് അവൻ വാഴ്ത്തി, ബ്ലെസ് ചെയ്തിട്ട് കൊടുത്തു, ആശീർവദിച്ച് കൊടുത്തു. ഇതാണ് നടുവിലത്തെ വാക്ക്. കൊടുക്കുന്നത് മുറുമുറുത്തോണ്ടാകല്ല, പെറുപിറുത്തോണ്ടാകരുത്, സന്തോഷത്തോടെ ബ്ലെസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വാഴ്ത്തി നമ്മൾ കൊടുക്കുന്നത് പരാതിയില്ലാതെ, പരിഭവമില്ലാതെ നമ്മൾ കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്ത. വാഴ്ത്തി കൊടുക്കുമ്പം സന്തോഷമാണ്. വാഴ്ത്തി കൊടുത്ത ആൾക്ക് മുടി നരച്ചാലും
പല്ല് പറഞ്ഞാലും മോണയൊട്ടിയാലും ഫിഗർ പോയാലും ഒരു ടെൻഷനുമില്ല. വാഴ്ത്തിക്കൊടുത്തതിൻ്റെ അടയാളങ്ങളാണ്. വാഴ്ത്തിക്കൊടുത്തതിൻ്റെ അടയാളം. എൻ്റെ പറമ്പിൽ 100 തേങ്ങ, അതിൽ 10 തേങ്ങ എൻ്റെ പള്ളിക്ക് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ, 5 തേങ്ങ പാവപ്പെട്ടവന് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ 100 തേങ്ങയുണ്ടായതെങ്കിൽ അടുത്ത വർഷം ദൈവം 150 തേങ്ങ തരും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ 5-ാമത്തെ അധികാരം 16 മുതലുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ 6:16 മുതൽ വാക്യങ്ങളിൽ യേശുവിൻ്റെ 5-ാമത്തെ അധികാരം, ഹിസ് പവർ ഓവർ നാച്ചുറൽ ലോ. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. ഒരു രാത്രി വള്ളത്തിൻ്റെ അമരത്ത് തലവെച്ച് പത്രോസും കൂടി ഉറങ്ങുമ്പോൾ പാതിരാത്രിയിൽ വെള്ളത്തിൽ ഓളം വെട്ടുന്ന ഒരു സ്വരം എന്താണെന്ന് നോക്കുമ്പോൾ കടലാസ് വള്ളം വെള്ളത്തിലൊഴുകുന്ന പോലെ, ഒരു പൊങ്ങുംതടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെ എന്തോ ഒന്ന് വരുന്നു. തീർച്ചയായിട്ടും അറിയാം അത് മനുഷ്യനല്ല. ഇത് ഭൂതമായിരിക്കും. എന്ത് കണ്ടാലും ഉടനെ വിളിച്ചു പറയുന്ന പത്രോസ് ഉറക്കെ പറഞ്ഞു, ഭൂതം വരുന്നു. ഉടനെ ക്രിസ്തു പറഞ്ഞു, പത്രോസെ, ഭൂതമല്ല, നിന്റെ ഭൂതകാലം കാണാപ്പാടം പഠിച്ച നിന്റെ ഗുരുവും കർത്താവുമാണ് ഞാൻ. സംശയമുണ്ടോ? നിന്റെ അമ്മായിയമ്മയുടെ 105 ഡിഗ്രി പനി ഒറ്റ സ്പർശനത്തിൽ ഒപ്പിമാറ്റിയ നിന്റെ ഗുരുവും കർത്താവും. അപ്പോൾ പത്രോസിനോട് അങ്ങനെയാണെങ്കിൽ ഈ ടെക്നിക്ക് എന്നെ കൂടെ പഠിപ്പിക്കാവും. നടന്നോളാൻ പറഞ്ഞു. പത്രോസും വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു. പഠിപ്പിക്കുന്നത് എന്താ? പ്രപഞ്ച നിയമങ്ങൾ എഴുതിയ കർത്താവിന് അത് മാറ്റാനും സാധിക്കും. അസ്ഥികൂടത്തിൻ്റെ സൈന്യത്തെ ജീവനോടെ സ്തുതിപ്പിച്ച എസെക്കിയേലിൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പ്രപഞ്ച നിയമങ്ങൾക്ക് ശക്തിയുള്ള ഒരു കർത്താവുണ്ട്. അതിൽ നമ്മൾ വിശ്വസിക്കണം. അസാധ്യം എന്നൊന്നും തമ്പുരാൻ്റെ പക്കലില്ല. വന്ധ്യയ്ക്ക് പ്രസവിക്കാമെങ്കിൽ, പുരുഷൻ തൊടാതെ ഒരു സ്ത്രീക്ക് അമ്മയാകാമെങ്കിൽ, വൃദ്ധന് ഗോത്രങ്ങളുടെ പിതാവാകാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. 18 കാര്യയിലും 80 കാര്യയിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഉറപ്പ് നമുക്ക് വേണം. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ക്രിസ്തു. ആ ഉറപ്പ് അതല്ലേ ഗബ്രിയേൽ ദൂതൻ നസ്രത്തിൽ മറിയോട് പറഞ്ഞത്. മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ പറഞ്ഞ മറുപടിയുണ്ട്, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇപ്പോൾ 1 ഗുണമേന്മയുടെ മേൽ, 2 ദൂരത്തിൻ്റെ മേൽ, 3 സമയത്തിൻ്റെ മേൽ, 4 എണ്ണത്തിൻ്റെ മേൽ, 5 പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ. യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ 6-ാമത്തെ അധികാരം, ഹിസ് പവർ ഓവർ മിസ്ഫോർച്യൂൺ. മനുഷ്യൻ്റെ നിർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 9:1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. നിർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. മനുഷ്യൻ്റെ നിർഭാഗ്യത്തിൻ്റെ മേൽ. ജന്മന അന്ധനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കാണിച്ചിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ്റെ കുറ്റമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ കുറ്റമാണോ? ക്രിസ്തു പറഞ്ഞു, ഇവരുടെ ആരുടെയും കുറ്റമല്ല, ദൈവമഹത്വം വെളിപ്പെടുത്താൻ ഇവൻ അന്ധനായിരിക്കും. ഒരു തെറ്റിദ്ധാരണ, പഴയ നിയമ തെറ്റിദ്ധാരണ ക്രിസ്തു തിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരു ചിന്താധാരയായിരുന്നു പൂർവികന്മാരുടെ പകരം ശിക്ഷ മക്കൾ അനുഭവിക്കണം. അങ്ങനെ ഒരു ചിന്ത അരുതേ എന്ന് ക്രിസ്തുവാണ് പഠിപ്പിച്ചത്. ബൈബിൾ പുതിയ നിയമം വെച്ചുകൊണ്ട് ആരും പൂർവ്വശാപത്തിൽ വിശ്വസിക്കരുത്, പൂർവ്വശാപം പ്രസംഗിക്കുകയും അരുതെന്ന് പഠിപ്പിച്ചത് ക്രിസ്തു യേശുവാണ്. ഇവൻ അന്ധനായത് എന്തിനു വേണ്ടി? ഉടനെ പറഞ്ഞ മറുപടി, ഇവൻ അന്ധനായത് ആരുടെയും പാപത്തിന് ശിക്ഷയായിട്ടല്ല, ദൈവമഹത്വം വെളിപ്പെടാൻ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ രാത്രിയിൽ ഒരു സംശയം തോന്നും, ഒരു അന്ധതയിൽ എന്താ ദൈവമഹത്വം? അന്ധനെ കാണുമ്പോൾ അന്ധതയില്ലാത്തവർ ലഭിച്ച ദൈവമഹത്വം കാണണം. ഒരു അന്ധനെ കാണുമ്പോൾ കാഴ്ചയുള്ളവർ അവർക്ക് ലഭിച്ച ദൈവമഹത്വം അവർ കാണണം, അവർ അനുഭവിക്കണം. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ജീവിതം ഒരു ഗെയിമാണ്. എവിടെല്ലാം ഗെയിമുണ്ടോ അവിടെയെല്ലാം ഫൗളുണ്ട്. ഫൗളില്ലാത്ത ഗെയിം ഇതുവരെ ലോകത്തിലില്ല. കളിക്കാർ ഫൗൾ നോക്കി നിൽക്കരുത്, അവർ ഗെയിം കളിച്ചോണം. ഫൗൾ നോക്കാൻ റഫറിയുണ്ട്. കളിക്കാർ ഫൗൾ നോക്കി നിന്നാൽ ഗെയിം കളിക്കാൻ പറ്റുകയില്ല. ജീവിതം ഒരു ഗെയിമാണ്. അവിടെ ഫൗൾ, ഊമൻ, ബദിരൻ, മുടന്തൻ,
അന്ധൻ, തളർവാദി രോഗി, കുഷ്ഠരോഗി, ഒരുപാട് ഫൗളുകളുണ്ട്. ആ ഫൗളുകളുടെ കാര്യം ദൈവമെന്ന റെഫറി നോക്കും. നിങ്ങളും ഞാനും ഫൗളും നോക്കി നിൽക്കരുത്. അവർക്ക് ചെയ്യാവുന്ന ചെയ്തു കൊടുക്കുക. നമുക്ക് കിട്ടിയ മഹത്വം അനുസരിച്ച് ചെയ്യാവുന്ന നന്മ ലോകത്ത് ചെയ്തു പോവുക. കൂടുതൽ കൊടുത്തവരോട് കൂടുതൽ ചോദിക്കപ്പെടും. എനിക്കൊരു റേബാനും കണ്ണട മേടിക്കാൻ കാശില്ലെന്ന് ഓർക്കുമ്പോഴാണ് കണ്ണില്ലാത്ത അന്ധനെ കാണുമ്പോൾ കണ്ണടയില്ലാത്ത ഞാൻ കിട്ടിയ കണ്ണിനെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം കാണണം. ഒരു ജോഡി ഷൂസ് മേടിക്കാൻ കാശില്ലെന്ന് ഓർക്കുമ്പോഴാണ് കാലില്ലാത്തതിന് കോലൽ ഞാൻ വരുന്നു. അവനെ കാണുമ്പോൾ കാലുള്ള ഞാൻ എനിക്ക് കിട്ടിയ ദൈവമഹത്വം കാണണം. ഇവിടേക്ക് നിങ്ങളെക്കാൾ തന്ന ഒരുപാട് പേരുണ്ട്, നമ്മളെക്കാൾ തന്ന ഒരുപാട് പേരുണ്ട്. അവിടെ ദൈവം തന്ന മഹത്വത്തിൽ ആനന്ദിക്കണം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ എന്തു വന്നാലും ഓർക്കുക, ദൈവം അനുവദിച്ചു. ഞാൻ മനഃപൂർവ്വം വരുത്തി വെക്കാത്തതെല്ലാം ദൈവം എനിക്ക് തരുന്നതാണ്. ആ രീതിയിൽ ജീവിത അനുഭവങ്ങളെ കാണാൻ പഠിക്കുക, എടുക്കാൻ പഠിക്കുക. പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ നിർഭാഗ്യത്തിൻ്റെ മേൽ ദൗർഭാഗ്യത്തിൻ്റെ മേൽ അധികാരം ഉള്ളവനാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ഏഴാമത്തെ അധികാരം, ഹിസ് പവർ ഓവർ ലൈഫ് ആൻഡ് ഡെത്ത്. ജീവൻ്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവൻ ക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 38 മുതൽ തിരുവചനങ്ങൾ. യോഹന്നാൻ 11:38 മുതലുള്ള തിരുവചനങ്ങൾ. ജീവൻ്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവനാണ് ക്രിസ്തു. സ്ഥലം ബഥാനിയ. ലാസർ മരിച്ചിട്ട് 4 നാൾ കഴിഞ്ഞു. ലാസർ 4 നാളെന്ന് പറയുമ്പോൾ മെഡിക്കൽ സയൻസിൽ മാംസം ദേഹത്തിൽ നിന്ന് അഴുകി വേർപെടുന്നത് 4-ാം ദിവസം. യഹൂദ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ 3-ാം ദിവസം വരെ അവൻ്റെ ആത്മാവ് തിരിച്ചു വരാം. വിശ്വാസത്തിൻ്റെ സാധ്യതയും സയൻസിൻ്റെ സാധ്യതയും അസ്തമിച്ച 4-ാം ദിവസം ലാസറിൻ്റെ കല്ലറയ്ക്കൽ വരുന്നു. യേശു പ്രാർത്ഥിക്കുന്നു. മർത്തായും മറിയവും പറഞ്ഞു, കല്ലിൻ്റെ മൂടി ഉരുട്ടി മാറ്റേണ്ട, മണം വരാൻ സാധ്യതയുണ്ട്. തമ്പുരാൻ പറഞ്ഞു, മണമല്ല വരുന്നത്, മഹത്വം കാണാൻ സാധ്യതയുണ്ട്. കല്ലുരുട്ടി മാറ്റി. അടുത്ത നിമിഷത്തിൽ പ്രേതശീലകളാൽ ബന്ധിതനായ ലാസർ കല്ലറയിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ട് പഠിപ്പിക്കുകയാണ്, ജീവനും മരണവും കർത്താവിൻ്റെ കരങ്ങളിലാണ്. ജീവനും മരണവും കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഗലാത്യലേഖനം 2:20, ഇനിമേ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുക. 1 കൊരിന്ത്യർ 15:55, മരണമെന്നതിൻ്റെ വിജയം എവിടെ, മരണമെന്നതിൻ്റെ ദംശനം എവിടെ? ക്രിസ്തുവിൻ്റെ മരണത്തോടും സ്ഥാനത്തോടും കൂടി മരണാധിപത്യം എന്നേക്കുമായി അവസാനിച്ചു. അപ്പം നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം, മരിക്കുന്നതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ മരണത്തെ ഭയപ്പെടില്ലെന്നാണ് പറയുക. എന്താണ് മരണം? പുറത്തേക്ക് വിട്ട ശ്വാസം. എന്താണ് ജീവൻ? അകത്തേക്ക് എടുത്ത ശ്വാസം. പുറത്തേക്ക് വിട്ട ശ്വാസത്തെ അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് വിളിക്കുന്ന വാക്ക് മരണം. ഡെത്ത് മീൻസ് ടു ബ്രീത്ത് ഔട്ട്, ലൈഫ് മീൻസ് ടു ബ്രീത്ത് ഇൻ. പുറത്തേക്ക് വിട്ട ശ്വാസത്തെ അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പേര് മരണം. അതുകൊണ്ട് കാരണവന്മാർ മരണത്തെ വിളിച്ച പേരെന്നാ? കാറ്റുപോയി. പോയ കാറ്റ് തിരിച്ച് കയറ്റാൻ പറ്റിയതാണ് ഏറ്റവും വലിയ അത്ഭുതം. 10 വയസ്സ് വരെ പാടും കുഞ്ഞുമനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന്. 20 ആയാലോ അനുരാഗവിലോചിതരായി. ഒരു 80 കഴിഞ്ഞാലോ സമയമാം രഥത്തിൽ ഞാൻ. ഇതാണ് മനുഷ്യൻ്റെ ആയുസ്. ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു 55 വർഷക്കാലം മരിച്ചു തീർത്തു. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ജന്മദിനത്തിലും മെഴുകുതിരി കത്തിക്കും. എന്താണ്? ഒരു കുഞ്ഞ് 4 വയസ്സ് പൂർത്തിയാക്കി 5-ാം വയസ്സിലേക്ക് കയറുമ്പോൾ ആ കുഞ്ഞിനെ ഓർമ്മിപ്പിക്കുന്നത് മരിച്ചുപോയ 4 വർഷം. കുഞ്ഞ്, നിൻ്റെ ആയുസിൻ്റെ കേക്കിൽ 4 വർഷങ്ങൾ മരിച്ചു. ഊതിക്കെടുത്ത് 4 തിരി. ഇനി എത്ര തിരി ഈ കേക്കിൽ കത്തുമെന്നറിഞ്ഞുകൂടാ. അപ്പം നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നന്നായിട്ട് ജീവിച്ച് മരണത്തിന് ഒരുങ്ങാം. മരിച്ചാലും ജീവിച്ചാലും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. അതാണ് ഭാഗ്യവാനായ പൗലോസ് പറഞ്ഞത്, ഇനി ജീവിക്കുക എന്ന നഷ്ടവും മരിക്കുക എന്നത് ക്രിസ്തുവിൽ നേട്ടവുമാണ്. ഈ ക്രിസ്തുവിൻ്റെ അധികാരങ്ങളിലേക്ക് നമ്മളെ വെച്ചു കൊടുക്കുകയും ഈ അധികാരത്തിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്കും പൗലോസിനെ പോലെ പറയാം, ഞാനല്ല ക്രിസ്തുവാണ് എന്ന് ജീവിക്കുന്നത്. തോമാസ് ലീഹായെ പോലെ പറയാം, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. ഫിലിപ്പിൻ്റെ കേസരിയായിൽ പത്രോസ് പറഞ്ഞ് നമുക്കും പറയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്.